ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലിപ് ബാമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ലിപ് ബാം യൂസ് ചെയ്യുന്ന ഇതിനാണ് നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് മോയ്സ്ചറാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, പൊട്ടലൊക്കെ വരാതിരുന്ന് നമ്മുടെ ലിപ്പ് നല്ല കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അതിന് പുറത്ത് ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ഒരു ചെറിയ ഗ്ലോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാച്ചുറൽ ലിപ് ബാം ആണ്. നമ്മുടെ വീട്ടിലുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലിപ് ബാം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് ബാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കാരണം ഇതിൽ നമ്മൾ കെമിക്കൽസ് അത് ചീത്തയാവാതിരിക്കാൻ കെമിക്കൽസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യാത്ത കാരണം നമ്മളിത് ഫ്രിഡ്ജിലാണ് ഈ ഒരു ലിപ് ബാം സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലിപ് ബാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിപ്പിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ലിപ്പിന് കെയർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ലിപ് ബാം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലൊരു ബീട്രൂട്ട് വേണം. ബീട്രൂട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലും ചെറിയ പീസാക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. കുറച്ച് വെള്ളം, ഒരു ശക്കലം വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് വറ്റിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറി അത് ശരിക്കും ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. ഇത് നമ്മൾ വറ്റിച്ച് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കളർ വേണം, ലിപ് ബാമിനൊരു കളർ വേണം. അപ്പോൾ ഞാൻ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് വേണം ഇതിൻ്റെ വെള്ളം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് മാറി ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഏറ്റവും കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇപ്പം വെള്ളം ഒന്നും ശകലം പോലും ഇല്ല, വറ്റി അതിൻ്റെ ആ ഒരു കളർ മാത്രം ഒരു ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇതേപോലെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കളറാണ് വേണ്ടത്, ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ. നമ്മുടെ ലിപ് ബാമിന് ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ എടുത്ത് ശകലം പോലും കളയാതെ വളരെ കുറച്ച് നമുക്ക് എടുക്കാൻ കാണത്തുള്ളൂ. അതെടുത്ത് നമ്മൾ ഏത് ടിന്നിലാണോ നമ്മൾ ലിപ് ബാം എടുക്കാനായിട്ട് ഏത് ടിന്നാണോ ഉദ്ദേശിക്കുന്നത് ആ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അലോവേരയാണ്. അലോവേര ഞാനിവിടെ നാച്ചുറൽ അലോവേരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഇതാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ജെൽ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെള്ളം സ്വല്പം പോലും ഇതിലേക്ക് വരാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്ക്ക് പകരം മറ്റേ പെട്രോളിയം ജെല്ലി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാസലിൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇപ്പം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. ഇനി ഇത് നമുക്കൊരു 4-5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജ് വെക്കണം. ഫ്രിഡ്ജ് വെക്കുമ്പോൾ നമുക്കിത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ലിപ് ബാമിന് ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടാവും. അതുപോലെ വരണ്ട ചുണ്ടൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ലിപ് ബാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു എൻ്റർടൈനിങ് അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ